ഹലോ മക്കളെ, ഹലോ മക്കളെ ഒന്നും വിളിക്കണ്ടെന്നും പറഞ്ഞോണ്ടാ ഞാൻ സത്യം പറഞ്ഞ മോള് ഇങ്ങനെ വഞ്ചൂത്തലെന്ന് പറയുമ്പോൾ നിൽക്കുന്നത്. പക്ഷെ ആ മക്കളെ നിന്ന് ആയിപ്പോകുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കും. മക്കളെ നിന്ന് വിളിക്കാം, ചിലർ പറയുന്നത് മക്കളെ നിന്ന് വിളിക്കണ്ടെന്നുള്ളത്. അതെന്താ അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വന്നതെന്ന് വെച്ചാൽ, എൻ്റെ പേര് ഗോപിക എന്നല്ല, എൻ്റെ മോടെ പേരാ ഗോപിക. ഗോകുലും ഗോപിക ഗോവൻ, അവരുടെ 3 പേരുടെ പേര്, അച്ഛൻ്റെ മക്കളുടെ 2 പേരുടെ. എൻ്റെ പേര് സുശീലയായിട്ടാണ്. സത്യം 2-3 പേര് ഗോപിക എന്നൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ എന്നെ ചിലപ്പം കുറ്റങ്ങൾ പറയുന്ന ആൾക്കാർ കാണുമല്ലോ. അതിനകത്ത് നമ്മൾ സ്നേഹമുള്ളവരുണ്ട്, സ്നേഹമില്ലാത്തവരുണ്ട്. ആ സ്നേഹം ഇല്ലാത്തവരല്ല, അവർക്ക് സ്നേഹമുണ്ട്. അപ്പോൾ അവർക്ക് അഭിപ്രായങ്ങൾ പറയണ്ടേ. അപ്പോൾ അമ്മുക്കുട്ടിയുടെ പേരാ പറയുന്നത്. അത് ഇപ്പം ഇനി അമ്മുക്കുട്ടിയുടെ ചേട്ടന് ഇനി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് പിന്നെ എന്തോ എനിക്കത് അങ്ങോട്ട് ശരിയായി വരുന്നില്ല. അതുകൊണ്ട് എന്തോ ഉണ്ടെങ്കിലും സുശീല എൻ്റെ പേര് കേട്ടാ. എല്ലാവരും ഈ പേരെന്ന് മനസ്സിൽ വെച്ചോണ്ടിരിക്കണേ. എന്ന് വെച്ചാൽ മൊബൈലിൽ കിടക്കുന്നത് മോടെ അച്ഛൻ്റെയൊക്കെ പേരും അതും ഇതൊക്കെയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വാള മേടിച്ചതിന് വേണ്ടി 2-3 പേര് എനിക്ക് അഭിപ്രായങ്ങൾ തന്ന്, കരച്ചിട്ടിക്കകത്തിട്ട് ഉരുമണമെന്നും. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ കല്ലുപ്പ് മേടിച്ചിട്ടില്ല. ആ വാള അങ്ങനെ അത് നിങ്ങൾ കണ്ടില്ലേ, അത് നല്ലോണം ഞാൻ തേച്ച് കഴിയും. പിന്നെ അതിൻ്റെ അറ്റത്ത് ഞാൻ അത് മുതുകത്ത് അങ്ങോട്ട് ആ ഭാഗത്തേ ഉളുമ്പിരിക്കുന്നത്. അത് ഞാൻ ഉപ്പിട്ടു അങ്ങനെ ഉരുമിയിലായിരുന്നെന്ന് വെച്ചാൽ, ഉപ്പിട്ട് ഉരുമിയത് എനിക്ക് ആ നീരും വെള്ളം കൊണ്ടുവന്ന് എൻ്റെ മുന്തിരിക്കകത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. ഉപ്പ് വെള്ളം കൊണ്ടുവന്ന് മുന്തിരി തൈയിൽ ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 3-4 വെള്ളം ഇങ്ങനെ എവിടെ കഴുകിയിട്ടാ ആ വെള്ളം കൊണ്ടുവന്ന് മുന്തിരിക്കകത്ത് ഒഴിച്ചിട്ടാ പിന്നെ ഞാൻ ഉപ്പിട്ട് ഉരുമി കഴുകുന്നത്. നമുക്ക് തന്നെ അറിയാം, അത് ഉപ്പിട്ട് ഉരുമി അത് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ മീൻകറി വയ്ക്കുമ്പോൾ എന്തായാലും അതിനൊരു ചെവ കാണാതിരിക്കത്തില്ല. അങ്ങനെ നമുക്കറിയാം. ഒരു കുറ്റങ്ങളും ഇല്ലാതെ പോണേന്നുള്ളൊരു അഭിപ്രായ ഏരിയ ഞാൻ. പക്ഷെ ഇന്നലെ 2-3 പേര് എന്നെ പിന്നെ നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതും മാത്രം കാണിക്കാതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മൊബൈലില്ല, മൊബൈൽ എൻ്റെ മോക്കാ ഉള്ളത്. പിന്നെ പൈസയൊക്കെ ആവട്ടെ, ഞാൻ മേടിക്കാം, മേടിച്ച് വീഡിയോ ഒക്കെ തന്നെ എടുക്കാം, വെക്കുന്നതും വിളമ്പതൊക്കെ കാണിക്കാം. ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ട്. ഇപ്പം എല്ലാ വീഡിയോ പോരെ കണക്കാവണമെന്നുണ്ടോ? പിന്നെ ഇവിടുന്ന് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ. ആരെന്തിട്ട് പറഞ്ഞാലേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ അന്വേഷണങ്ങൾ. പിന്നെ എന്തരാ, പിന്നെ ഇതാ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. 2-3 പേര് നിനക്ക് പറഞ്ഞ് മീനിൻ്റെ കാര്യം. എന്നിട്ട് എന്നെ കൊണ്ട് ഞാൻ ഒക്കുന്ന രീതിക്കൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ. ഇത്രയൊന്നും അല്ലായിരുന്നു പറയാനായിട്ട് എൻ്റെ മനസ്സിരുന്നത്. പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നില്ല. പിന്നെ കണ്ടേ ഒന്ന് കാണിക്കുന്നില്ലെന്ന് വിചാരിച്ചതാ, പിന്നെ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ചായ ഇട്ടത്. സത്യം പറഞ്ഞ ചൂടോടെ ചായ കുടിക്കാം. എന്നാണ്ടെ എൻ്റെ അണ്ണ ഇന്ന് ചായ കുടിച്ചിട്ട് വന്നില്ലെന്ന് തോന്നുന്നു. അണ്ണന് വെച്ചിട്ട് ചായ കൊടുക്കണേന്ന് പറഞ്ഞ്. അണ്ണൻ വീഡിയോ എടുക്കുമ്പോഴേ അണ്ണൻ അങ്ങ് മുറ്റത്തിറങ്ങിപ്പോയി. അതെന്താണെന്നോ എനിക്കറിയാൻ വയ്യ. മോനും അതേ കണക്കാ. ഞാൻ തിന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ ഇതിങ്ങനെ പ്ലേറ്റിനകത്ത് വെച്ചതേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇതൊക്കെ വീഡിയോ കഴിഞ്ഞിട്ടേ തിന്നുന്നുള്ളൂ. എനിക്ക് ശരി ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണേ. നമ്മുടെ വീട്ടിലത്തെ അമ്മയും മക്കള് ആയാലും അല്ലെങ്കിൽ മക്കള് എന്നുള്ള തെറ്റുണ്ടെങ്കിൽ അമ്മമാര് പറഞ്ഞു കൊടുക്കത്തില്ലേ, ചേട്ടന്മാര് പറഞ്ഞു കൊടുക്കത്തില്ലേ? അതേ കണക്ക് നമുക്കും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഇത്രയേ ഉള്ളൂ. എങ്കിൽ ശരി, നമുക്ക് നാളത്തെ വീഡിയോ കാണാം കേട്ടെ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ.